ഈ ജൈവ കീടനാശിനി അടിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചാൽ എല്ലാ കീടങ്ങളും വെള്ളീച്ച എല്ലാം അങ്ങ് നശിച്ചു പോകും. കണ്ടില്ലേ എൻ്റെ തക്കാളി ഉഷാറായി വരുന്നത്. ഇനി പച്ചമുളകും കാണിച്ചില്ല. പച്ചമുളകൊക്കെ വെള്ളീച്ചൊക്കെ പോയി നന്നായി കായ്ച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം. കണ്ടോ ഇതൊക്കെ അടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കണ്ടോ. നന്നായിട്ട് പച്ചമുളക് ഉണ്ടായി. ഇതൊക്കെ പച്ചമുളകാ. ഈ മരുന്നങ്ങ് ഉണ്ടാക്കി അടിച്ചാൽ മതി. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലല്ല കേട്ടോ. ഞാൻ ഇന്ന് വരുന്നത് ഏറ്റവും കൃഷിക്കാർക്ക് വേണ്ട ഏറ്റവും നല്ല ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടാൽ അടുക്കളത്തോട്ടത്തിൽ പച്ചമുളക്, തക്കാളി, അങ്ങനെ എന്ത് നട്ടാലും അതിൽ വെള്ളീച്ച വന്ന് അങ്ങോട്ട് ഉപദ്രവിക്കുക. വെള്ളീച്ച എന്ന് പറഞ്ഞാൽ ഒരു പൊടിയാ വെള്ള. അത് നീരൂറ്റി കുടിച്ച് നമ്മളെ ഇതിലൊക്കെ ചുരുണ്ട് നമുക്ക് വേണ്ടത്ര പൂവിടുന്നില്ല, കായ ഉണ്ടാകുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം ആ വെള്ളീച്ചയെ തുരത്താൻ ഒരു മരുന്ന് ഉണ്ടാക്കുക. ഞാൻ ഇന്നലെയും ഞാനൊക്കെ കമൻറ്റിൽ വന്നു, വെള്ളീച്ച വന്ന് ഉപദ്രവിക്കുന്നതിനെന്തോ മരുന്ന് പറയുമെന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ ആ പറഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളീച്ചയെ തുരത്താനുള്ള ഒരു മരുന്ന് ഉണ്ടാക്കി കേട്ടോ. ഒരു ജൈവ കീടനാശിനി എന്നാ വരി നമുക്ക് ഉണ്ടാക്കാൻ. എൻ്റെ കാന്താരി കണ്ടോ, കാന്താരി എന്നല്ല വറ്റൽമുളക്, നീളമുളകിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മരുന്ന് ഫസ്റ്റാ. നോക്ക് കാന്താരി മേലൊക്കെ നന്നായിട്ട് കായ്ച്ചത് കണ്ടോ, അടിപൊളിയാ. എന്താ ഇതെല്ലാം ആ മരുന്നടിച്ച് നിലനിർത്തുക ഞാനിത്. അല്ലാതെ നമുക്കിത് ഉണ്ടാവില്ല, കഷ്ടപ്പാട് വെറുതെയാ. ഇനി മരുന്നുണ്ടാക്കുന്ന എന്തൊക്കെയാ അതിന് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ആ മരുന്നുണ്ടാക്കാൻ പച്ചമുളകിലെ വെള്ളീച്ചയെ തുരത്താൻ പച്ചമുളകിൽ നിന്ന് തന്നെയാണ് ഈ മരുന്നുണ്ടാക്കാനുള്ള സാധനം എടുക്കുന്നത് കേട്ടോ. ഈ പച്ചമുളക് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഴുത്തതാ പറിക്കേണ്ടത്. ഞാൻ പഴുത്ത പച്ചമുളക് പറിക്കട്ടെ. പഴുത്തതൊക്കെ ഞാൻ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ എല്ലാം ഒന്നും വിളവെടുക്കലില്ല, ആവശ്യത്തിനേ വിളവെടുക്കാറുള്ളൂ. അതുകൊണ്ട് പഴുത്തത് എപ്പോൾ സ്റ്റോക്ക്. നമുക്ക് ഏറ്റവും നല്ലത് പച്ചനേക്കാൾ നല്ലത് ചുവന്നതാ. ചുവപ്പ് എന്ന് പറഞ്ഞാൽ പഴുത്ത് ഇതാണല്ലോ ഫലം ചെയ്യുക, പറയുന്നത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചുവപ്പേ എടുക്കലുള്ളൂ. ആദ്യം തന്നെ അതിന് വേണ്ട എന്തെല്ലാം സാമഗ്രികൾ അതിന് വേണ്ടതെന്നുള്ള ആദ്യം തന്നെ ഞങ്ങൾ പറിച്ചെടുക്കട്ടെ. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ അറിയോ, നമ്മൾ ഇത് എടുക്കുമ്പോൾ കൂടുതൽ എരിവായി പോവരുത്. അതിനുണ്ട് ഒരു കണക്ക്. എന്താ ചുവന്നത് പച്ചങ്ങണ്ട് എടുത്ത് വെക്കാന്നേ ഉള്ളൂ. ഉണ്ടാക്കുമ്പോൾ എന്താ ചുവന്നത് കണ്ടോ, അതിലൊക്കെ മുളകുണ്ടായി നോക്ക്. എവിടെയൊന്നുമില്ല, മരുന്നടിച്ചോണ്ടൊന്ന് നിർത്തലാണ് ഞാൻ. കീടനാശിനി ഉണ്ടാക്കുന്നത് എൻ്റെ കീടനാശിനി അല്ല കേട്ടോ, ജൈവ. നമ്മളെ വീട്ടിലുള്ളത് തന്നെ ഇതാ മുളക്. ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴൻ്റെ ഏറ്റവും അടിയിലെ ഭാഗം കട്ട് ചെയ്യുന്ന നല്ല, അതിലാണ് കൂടുതൽ ജെല്ലുള്ളത്. കുറേയൊന്നും വേണ്ട, കുറച്ച് മതി. ഇതിൽ ഭയങ്കര ജെല്ല. നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താ അറിയോ, നമ്മളൊരു കൃഷി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിർബന്ധമായി നട്ടുപിടിപ്പിക്കേണ്ട ഒന്നാണ് കറ്റാർ വാഴ. മരുന്നുണ്ടാക്കാൻ ഇതെല്ലാത്തിനും വേണം. പിന്നെ അത് മാത്രമല്ല, സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. ഇതിൻ്റെ ജെല്ല് മുഖത്ത് തേച്ച് കിടന്നുറങ്ങി രാവിലെ കഴുകിയാൽ മുഖം വെട്ടിത്തിളങ്ങുന്നു. അപ്പോൾ രണ്ടിനും, നമുക്കും ചെടികൾക്കും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത. അപ്പോൾ ഇതൊന്നങ്ങ് നട്ടുപിടിപ്പിച്ചാൽ നഴ്സറിയിലൊക്കെ അതിന് തൈ കിട്ടും. പോയി അങ്ങ് നട്ടുവെക്കണേ, വേഗം ഉണ്ടാവും. ചുറ്റും അതിന് തയ്യും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തൊക്കെ എടുത്തെന്നറിയോ, കാന്താരി എടുത്ത്, ഇതെടുത്ത്. അടുത്ത് നമുക്ക് വേണ്ടത് എന്താ അറിയോ, വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും കാന്താരിയും അലോവേരയും ഒന്ന് മിക്സിയിൽ കറക്കണം, നന്നായിട്ട് അരച്ച് എടുക്കട്ടെ കേട്ടോ. ഇതെല്ലാം ഒന്ന് അരക്കട്ടെ കേട്ടോ. നല്ല കാന്താരിയാണ്, നല്ല എരിവുണ്ടാവും. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ തന്നെ പേടിച്ചോണ്ടാകും. എനിക്ക് എവിടെയെങ്കിലും തെറിച്ചാൽ കാന്താരി എൻ്റെ എരിവാണല്ലോ. അപ്പം ഞാൻ അതിട്ടു. പിന്നെ വെളുത്തുള്ളിയും ഇതുമാണ് ഇതിന് ശരിയായ. പിന്നെ സോപ്പ് വെള്ളം പറയും, സോപ്പ് വെള്ളത്തിൻ്റെ പകരമാണ് ഞാൻ അലോവേര ഇട്ട്. ഇതെല്ലാം കീടനാശിനിയുമാണ്, പിന്നെയെന്ന് പറഞ്ഞാൽ ജൈവ വളവും കൂടിയാണ്. അങ്ങ് അരച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ, അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് അരക്കട്ടെ.
ഒക്കെ നമ്മളെ വീട്ടിൽ വേണം അല്ലേ, എന്നാൽ തന്നെ എല്ലാം നടക്കുള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ. ഇവിടെ ഇപ്പം ഭയങ്കര മഴ പെയ്തു നോക്കുമ്പോൾ കറണ്ട് പോയി. ഞാൻ ആ സ്വിച്ചിലിട്ട് നോക്കുമ്പോൾ കറങ്ങുന്നില്ല. പിന്നെ ഓർമ്മ വന്ന് കറണ്ട് പോയി. ഇത് ഇൻവെർട്ടർ ഉണ്ട്, അതുകൊണ്ട് സുഖമായി. ഇതാ അരച്ചെടുത്തു, കണ്ടില്ലേ? ഇത് ഇളം ചോപ്പ് വരുന്നതിന് കാരണം അറിയാലോ, പഴുത്തതാണ്, കാന്താരി പഴുത്ത്. ഇനി ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. ഇതിലേക്കൊന്ന് ഒഴിക്കട്ടെ കേട്ടോ. ഇനി ഒന്ന് നന്നായി ഡൈലൂട്ട് ചെയ്യണം. 1 ലിറ്റർ ഇത് എടുക്കുകയാണെങ്കിൽ 10 ലിറ്റർ. അപ്പം ഞാൻ ഇത്ര എടുക്കുകയാണെങ്കിൽ 10 ഇരട്ടി വെള്ളം നമ്മൾ ചേർത്തിരിക്കണം, എന്നിട്ടേ സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഡൈലൂട്ട് ചെയ്യട്ടെ, അരിക്കട്ടെ. ഞാൻ ഒന്ന് അരിക്കട്ടെ കേട്ടോ. നമ്മൾ സ്പ്രേ ആകുമ്പോൾ ഒരു ചെറിയൊരു കരട് വന്നാൽ മതി, പണി മുടക്കും, സ്പ്രേ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ നിലം തുടക്കുന്ന ഇവിടെയൊക്കെ തുടക്കുന്നതാ, അല്ലാത്ത ഒരു തുണി നമുക്കിതിന് പറ്റൂല. കാന്താരി വന്നു പോയതാണല്ലോ. നല്ലോണം നേർപ്പിക്കണം. അങ്ങനെ നേർപ്പിച്ചിട്ട് 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം, 10 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഇത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്താൽ നമുക്ക് വെള്ളീച്ച പോകുന്നുള്ളതിന് ഉറപ്പാണ്. എൻ്റെ പോയിട്ടുണ്ട്. ഞാൻ പീന്നൊന്നുമില്ല, കൈകൊണ്ട് തൊടുന്നില്ല, പേടിയാണ്. ഒന്നിങ്ങനെ മെല്ലെ മെല്ലെ സ്പ്രേ ചെയ്യുള്ളൂ. ഇനി ഞാൻ കുപ്പിയിലാക്കട്ടെ. ഞാൻ നേർപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കളർ നോക്ക്, കാന്താരിൻ്റെ കളറായിട്ടേ. പിന്നെയെന്ന് പറയാൻ 10 ഇരട്ടി വെള്ളമാണ്. വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ചെടി കരിഞ്ഞു പോലെങ്കിൽ. ഇതിലേക്ക് ഒഴിക്കുക. നമുക്ക് ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഒഴിച്ചപാട് 2-ാം ദിവസം തന്നെ പോകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അന്നും വിചാരിക്കേണ്ട. ഇത് ദിവസേന അങ്ങ് തളിച്ചു കൊടുക്കുക, പോകുന്നവരെ. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ചെടികളിലും ഇത് ഉണ്ടായിന്ന് വരൂല. വെള്ളീച്ച അങ്ങനത്തെ രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്ങ് അടിച്ചു കൊടുക്കുക, ഒക്കെ പകരും. ഇങ്ങനെ നിറച്ച് എല്ലാം നമ്മളെ വീട്ടിൽ വേണം. ഏറ്റവും ഫലപ്രദമാണ് ഇത് കേട്ടോ. പിന്നെ കറ്റാർവാഴയൊക്കെ അങ്ങ് നട്ടുപിടിപ്പിച്ചാൽ അങ്ങ് പലതിനും എടുക്കാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നല്ല സോപ്പിട്ട് കഴുകണം. ഇതിൽ സോപ്പും വെള്ളം പറയുന്നുണ്ട്. സോപ്പും വെള്ളം ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം അതിൻ്റെ സോപ്പും വെള്ളം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കാനാണ് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമാണ് ഞാൻ കറ്റാർവാഴൻ്റെത് അരച്ചെടുത്തത്. അത് നല്ലൊരു ജൈവ വളവുമാണല്ലോ. ജൈവമാണ്, പിന്നെ ജൈവ വളവുമാണ്, കീടനാശിനിയാണ്. ഇനി നമുക്ക് തളിക്കാൻ പോകട്ടോ. അതിൻ്റെ കളർ ഈ പെപ്സിയൊക്കെ ഒഴിവാക്കി അങ്ങ് ശരിക്ക് കാണാം. ഇതൊക്കെ ഞാൻ റോട്ടുമെന്ന് പെറുക്കുന്നതാ, പെറുക്കിയും കൊണ്ട്. എനിക്ക് ഇതിനൊക്കെ വേണം. ഇതിനിതാ നമ്മൾ ഇത് നിറച്ച് കഴിഞ്ഞ് ചെടീൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കളിക്കാതെ മുമ്പേ നമുക്ക് എന്താക്കാം, ഇത് കിട്ടുന്നുണ്ടോ നോക്കണം. കണ്ടോ, കിട്ടുന്നുണ്ട്. സൂപ്പറാ. ഇത് പച്ചമുളകിന് മാത്രമല്ല കേട്ടോ, ഇതെല്ലാത്തിനും പറ്റും. തക്കാളിക്ക് പറ്റും, പയറിന് പറ്റും. വെള്ളീച്ച എവിടെയൊക്കെ വരുന്നോ ഏതെല്ലാം ചെടികൾക്ക്. ഈ കപ്പല്ലേ, കപ്പൻ്റെ ഇലമലി വരെ വരും. ഏലത്തിന് വരുന്നുണ്ട്, തക്കാളിക്ക് വരുന്നു. ഏറ്റവും കൂടുതൽ ഉപദ്രവം ഞാൻ കാണുന്ന ഇലെന്നറിയോ, പച്ചമുളകിനാണ്. അതാണ് ഇപ്പം പച്ചമുളകിൻ്റെ കുരുടിപ്പ്, മുരടിപ്പ്, വെള്ളീച്ച എല്ലാ സംഭവങ്ങളും ഇതിനാലെ പോകും. പിന്നെ നമ്മൾ ഇത് സ്പ്രേ ചെയ്യാൻ ടൈമൊക്കെ ഉണ്ട്. ഈ രാവിലെ, അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നട്ടുച്ചയിൽ 10 മണിക്കൊക്കെ അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഭയങ്കര വെയിലും ഇതിൻ്റെ കൂടി അങ്ങ് അടിച്ചു കഴിഞ്ഞ് ചെടി കരിഞ്ഞു പോകും. നമ്മൾ നന്നായി വളരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഉപകാരത്തിൻ്റെ ഉപദ്രവമായി മാറും. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ വെള്ളീച്ചയൊക്കെ പോവാൻ ചെടികളിൽ ശക്തിയായിട്ട് വെള്ളം അടിച്ചാലും കുറേ പോകുന്നു. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുമല്ല, നമുക്ക് വെള്ളീച്ചക്ക് വേറെയൊരു മഞ്ഞക്കണി ഒരുക്കലുണ്ട്. അതെങ്ങനെയാണെന്നറിയോ, മഞ്ഞ പാത്രം വെച്ചിട്ട് അതിൽ എണ്ണ പുരട്ടി വെക്കുക. എന്നിട്ട് ഈ വെള്ളീച്ച മഞ്ഞ ആകർഷിക്കും, മഞ്ഞയുടെ അടുത്തേക്ക് പോകും. അപ്പം അമ്മയിലൂടെ ഒട്ടിപ്പിടിക്കും. അങ്ങനെയും വെള്ളീച്ച നമുക്ക് തുരത്താം. പിന്നെ ഇങ്ങനെയും തുരത്താം. പിന്നെ വെള്ളം അടിച്ചിട്ട് മഴക്കാലത്ത് വെള്ളീച്ച കുറയാൻ കാരണം എന്താണെന്നറിയോ, വെള്ളം നിൽക്കാതെ മഴ പെയ്തിട്ട് അങ്ങനെയും പോവും. ഇപ്പം വളരെ പറ്റിയ സമയം എന്താ അറിയോ, വെയിലും ചെടികളെ നീര് ഊറ്റി കുടിക്കാനൊക്കെ ഫസ്റ്റായത്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തേ പറ്റൂ. ഇത് 2 ആഴ്ചയൊക്കെ വേണേൽ നിർത്താം കേട്ടോ. ഇങ്ങനെ ദിവസേന വൈകുന്നേരം ഇങ്ങനെ അടിച്ചു വെക്കുക. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് മുളക് വാങ്ങി കടയിൽ പോയി തൈ കൊണ്ടുവന്ന് നട്ട് ആളായി ഉഷാറായി പൊങ്ങി വരുമ്പോൾ ആയിരിക്കും പൂവിടുന്ന സമയത്ത് ഇലൻ്റെ അടി നോക്കിയാൽ എൻ്റെ അമ്മോ വെളുത്ത പൊടി നിറഞ്ഞെടുക്കുന്നുണ്ടാവും. പിന്നെ ഇല ഇങ്ങനെ ചുരുണ്ട് പോകുന്നുണ്ടാവും. അന്നേരം പിന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ആ പൂക്കൾ. അതിനൊക്കെ ബെസ്റ്റ് മരുന്നായി. പിന്നെ അടിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള എന്താ പറയുക, നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നവരാണ് എൻ്റെ ഗ്രൂപ്പിൽ കൂടുതൽ. കരിയില വാരുന്നവർ, കറിയാമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവർ, തിക്ക് നിറച്ച് ചെടി ഉണ്ടാക്കുന്നവരാണ്. അവിടെയാണ് പാമ്പ് വരിക. ഇന്ന് തന്നെ ഇപ്പം നമ്മൾ വാർത്ത കേട്ടോ, തലയണൻ്റെ ഉള്ളിൽ പാമ്പുള്ളത് അറിഞ്ഞില്ലായിരുന്നു. കിടന്നുറങ്ങുമ്പോൾ ഏട്ടനും അനിയനും കുഞ്ഞു മക്കൾ മരിച്ചു വിവരം നമ്മൾ എന്തൊരു സങ്കടമായിട്ട് ആ വാർത്ത കേട്ട്. അപ്പോൾ നമ്മളെ പരിസരത്തൊക്കെ എൻ്റെ പരിസരത്തൊക്കെ ഉണ്ട് ചെടികളുടെ ജനലൊക്കെ ഒന്ന് അടച്ചിടുക. പിന്നെ കിടക്കാൻ നേരമൊക്കെ ഒന്ന് പരിശോധിക്കുക. അങ്ങനെ കുറേ നമ്മൾ ചെയ്യണം. ദിവസേന ഇങ്ങനെ തട്ടിക്കുടഞ്ഞിട്ട് പണ്ടുള്ളവരൊക്കെ പറയും തട്ടിക്കുടയണം. ഇതൊക്കെ തന്നെയാണ് പാമ്പ്. 2 എണ്ണല്ലേ നമ്മളെ കൺമുമ്പ് പോയത്. എന്തൊരു സങ്കടം. അതുപോലെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു മോന് കരിയില വാരുമ്പോൾ കരിയിലേൻ്റെ അതേ കളറിൽ അണലി നിൽക്കുന്നത്, കൈകൊണ്ട് അങ്ങ് വാരി അതും പോയി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ, അത് ഇതിൻ്റെ ഭാഗമല്ല, ഈ മരുന്നിൻ്റെ ഭാഗമല്ല. പക്ഷേ എങ്കിലും നമ്മൾ കൃഷിക്കാരാകുമ്പോഴേ നമ്മളെ വീടിൻ്റെ ചുറ്റും ചെടികൾ വന്നിട്ട് അതിൽ ഒളിച്ചിക്കാൻ നല്ല സുഖമാണ്. ചൂട് കാലത്ത് തണുപ്പ് നനയ്ക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കാന്താരിക്ക് ഇപ്പോൾ നല്ല മഴ പെയ്ത് നനഞ്ഞ് നിൽക്കുന്ന ടൈമുമാണ്. അപ്പോൾ നമുക്ക് ഇലയുടെ അടിഭാഗമാണ് ഏറ്റവും ചേരുന്നത് കേട്ടോ. ഇലയുടെ അടിഭാഗത്ത് അവർ ഒളിച്ചിക്കുക. ഇവർ കൂട് കൂട്ടിയിട്ട് വളർന്ന് അവർക്ക് പെരുന്നാളാണ്. ഇലേൻ്റെ അടിഭാഗം ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുക. ഒരു ദിവസം അടിച്ചിട്ട് ഇതെന്താ പോവാത്തെന്ന് പറഞ്ഞാൽ ആരും സങ്കടപ്പെടേണ്ട, ഇടയ്ക്കിടയ്ക്ക് അടിക്കുക. നോക്കി എൻ്റെ കാന്താരി എന്ത് ഉഷാറിലുണ്ടായിന്നറിയോ കാന്താരി. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ചക്ക സീസണാണ്. പറഞ്ഞു തരാം. ചക്ക നല്ലൊരു വളമാണ്. ചക്ക ചെറുതാക്കി അരിഞ്ഞിട്ട് ചെടീൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക, കുറച്ച് മണ്ണിടുക. അങ്ങനെയൊക്കെ ചെയ്താൽ അതിൽ ധാരാളം നൈട്രജൻ ഉള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വളരും. ഇതൊക്കെ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അടിഭാഗം കിട്ടാൻ അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് ഒടിക്കാൻ കഴിയൂല ചെടീനെ. കണ്ടോ അതിലൊക്കെ കായ കുറേ ഞാൻ പറിച്ചതാ. കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. പച്ചമുളകിലാണല്ലോ ഇത് വരിക ഉപദ്രവം. എൻ്റെ പച്ചമുളക് എന്തൊരു അതിൻ്റെ ഇടയിൽ പച്ചമുളക് കണ്ടോ, ഇതെല്ലാം പച്ചമുളകാ. എൻ്റെ ഉള്ളിൽ പോയ സ്ഥലമല്ലേ ഇവിടെയൊക്കെയാ പാമ്പ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഇതെല്ലാം പച്ചമുളക് നിറച്ചുണ്ടായതാ. ഇങ്ങനെ അങ്ങ് തളിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ആ തക്കാളിയിൽ വരൂ, തക്കാളിയിലൊക്കെ നന്നായിട്ട് വരൂ. ഇങ്ങനെ തളിച്ച് കൊടുത്താൽ നല്ല സൂപ്പറാണ്. ഞാൻ കൂടുതലും മുളകിനാണ് ഞാൻ അടിക്കൽ. ഇതവിടെയും കണ്ടോ, ഇതുണ്ടോയെന്നുള്ളത് നമ്മൾ കാണൂര. ഇലയുടെ അടിഭാഗത്താണ്. ഇല കളറ് മാറുമ്പോഴൊക്കെ നമ്മൾ തിരിയുക. പിന്നെ ചുരുളും. മഴ നല്ല കാറ്റുവേനു. നോക്ക് എൻ്റെ തക്കാളിയൊക്കെ കെട്ടിക്കൊടുത്തിന്. എന്നാലും എൻ്റെ കാര്യമായിട്ടുള്ള കൃഷി അപ്പുറത്താണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ളതാണ്. ഇവിടെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതെല്ലാം എന്താ അറിയോ, എൻ്റെ നിത്യവഴുതനെ. അതിൻ്റെ ഇലക്കൊക്കെ വരൂ. നല്ലോണം ശ്രദ്ധിക്കണം. ഇത് പിന്നെ മേലാകുന്നത് അതാ എനിക്ക് പേടി. നല്ല സ്പ്രേയാ. ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുക. ഇനി ചീരക്ക് കേട്ടോ. ഇത് ചുവന്ന ചീരമല ഒരു കുത്ത് വരികയാണെങ്കിൽ ഇതിൽ വെള്ള കുത്തൊക്കെ വരുമല്ലോ, അതിനൊക്കെ ഇത് ഫസ്റ്റാട്ടോ. അതിനെല്ലാം ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ചുവന്ന ചീര ഇതിന് വെർട്ടിക്കൽ നട്ടതാ. ചുറ്റും പച്ച നട്ട്, എന്നിട്ട് നടുവിൽ ചോപ്പ് എനിക്ക് കാണാനൊരു കൗതുക ഭയങ്കര ഇഷ്ടം. അത് വിളവെടുക്കാണ്ട് നിൽക്കുക. അത് വിട്ടിത്താ. കാരണം പൊട്ടിച്ചു കൊടുക്കണം, എന്നാലേ ശാഖ ഉണ്ടാവുള്ളൂ. നാളെ പൊട്ടിക്കണം. ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുക. ഇവിടെയൊക്കെ പച്ച വിളവെടുത്തതാ. എൻ്റെ ചുവന്ന ചീര വലിപ്പം കൂടിയിട്ട് ഈ മഴയത്തെ ഭയങ്കര കാറ്റ് വന്നില്ലേ കേട്ടോ.
ഒടിഞ്ഞ് സുജൂത് പോയിക്ക് സംഭവം. സുജൂതിലും റുക്കുവിലൊക്കെ ആയിട്ടുണ്ട്. നോക്ക്, ഒക്കെ പറിച്ചെടുക്കണം. നാളെ ഇത് വിളവെടുക്കണം. ഇത്ര ഒന്ന് നീട്ടിക്കൊണ്ടുപോകണ്ടല്ലോ. ഒന്ന് വിളവെടുക്കാൻ സമയം തരും. ഇതൊക്കെ എൻ്റെ മറ്റേതാ നിത്യവഴുതിനക്ക് ഞാൻ ഇത് എന്ത് ചെയ്യുന്നറിയാതെ. നമ്മൾ മരുന്ന് മാത്രം പോരാ, വളവും കൊടുക്കണം, വളരാനുള്ള നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഇത് വള്ളി വീശാനുള്ള സൗകര്യം ഒരുക്കണം. ഞാൻ നൂല് കെട്ടി നോക്കുമ്പോൾ നല്ല മട്ടത്തിൽ നമ്മളൊരു ചെടിക്ക് അടുത്തിടെ ഒരു വള്ളി കെട്ടി കൊടുത്താൽ നമ്മൾ അങ്ങനെ പിടിച്ച് കെട്ടിയൊന്നും വേണ്ട, അതിൽ കൂടെ കയറിയേ കണ്ടോ. ഇപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ 2-3 ആൾക്കാർ പ്രത്യേകമായിട്ട് ചോദിച്ച് എൻ്റെ മുരടിപ്പ്, വെള്ളീച്ച, വെള്ളക്കുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനൊക്കെ ഉള്ള ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ നിൽക്കാതെ അടിച്ചുകൊണ്ടേ ഇരിക്കണേ. അടിച്ചു പോയി കിടന്നുറങ്ങാൻ പറ്റൂല, ദിവസം അടിക്കണം. ഇതെൻ്റെ ചീരച്ചേമ്പിന് ഒന്നും ചെയ്യണം, നനവ് കിട്ടിയാൽ മതി, നല്ലോണം ഉണ്ടാവും. അതിനധികം ഒന്നും വെയിലും വേണമെന്നൊന്നുമില്ല, എന്നാലും ഉണ്ടാവും. ഞാൻ നട്ട കപ്പ കണ്ടോ, കപ്പമേൽ വരെ വന്ന്, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, കപ്പമേൽ വരെ ഇലൻ്റെ അടിയിൽ വന്നു. ഞാൻ എൻ്റെ ചോട്ടിലൂടെ പോകുമ്പോൾ ഒരു പാർന്ന് കാണാം. എൻ്റെ കറിവേപ്പിലയാ മുകളിൽ നനുണ്ട്, അടിയിൽ ഇത് പോട്ടെ. അടിയിലാണല്ലോ ഇവരെ താവളം. കറിവേപ്പിലൊക്കെ മരുന്നടിച്ചാൽ ഒന്നും നല്ല വൃത്തിയുള്ള കറിവേപ്പിൻ്റെ ഇല ആവും. എൻ്റെ കർമൂസൊക്കെ കുഞ്ഞ് തയ്യ പൂവിടാൻ തുടങ്ങി. ഇത് ഹൈറ്റൊക്കെ ആണെന്ന് തോന്നുന്നു. ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ പൊന്നുപോലെ നോക്കാൻ തുടങ്ങി. ഇത് വളർന്ന് കണ്ടപ്പോൾ കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ടിരുന്ന്. ഭയങ്കര കാറ്റായിട്ട് എൻ്റെ ചാക്കിൽ നട്ട കപ്പൻ്റെ ഒന്ന് ഇങ്ങോട്ട് വീണ്. അപ്പോൾ ഞാൻ കെട്ടിക്കൊടുക്കണം. നോക്ക്, ഇതൊക്കെ ഉണ്ടാവും. മഴ പെയ്താൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല, മഴ നമുക്ക് നിർബന്ധമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കാറ്റിനെയൊക്കെ പോവും, അതിനൊക്കെ അതിജീവിച്ച് വരണം. ഇനി ഇത് എൻ്റെ ചൈനീസ് ഓറഞ്ചാ, കുനിഞ്ഞിന്ന് നോക്കണം. നോക്കി കായുണ്ടായി കണ്ടോ, ഇതാ 1 2 ഇതാ കണ്ടോ 2. ഇവിടെ ഒക്കെ ഇതൊക്കെ കുഞ്ഞു കായ് നിറഞ്ഞെടുക്കുക. ഇതാ ഇതിനൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. ഇതിനൊക്കെ അക്രമകാരികൾ വന്നാലേ ചീരയൊക്കെ ഇന്നടിച്ചാൽ നാളെ വിളവെടുക്കുക, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ജൈവ കണ്ടോ, ചീര ഉണ്ടായത് എന്താ ഉഷാറില്ലേ. ഇത് പച്ചക്കറിക്ക് മാത്രമല്ല, പൂക്കള ഇലൻ്റെ അടിയിലൊക്കെ ഇത് വരും. പൂക്കള ഭംഗിയം കുറച്ച് കളയും, വലിപ്പം കുറച്ച് കളയും. ഒക്കെ ഇത് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ എന്നോട് ചോദിക്കേണ്ട ഈ ചുവന്ന പൂവ് എന്താന്നുള്ളത്. ഈ ചുവന്ന പൂവാണ് ജെറേനിയോ പൂവിൻ്റെ വലിപ്പം നോക്ക്. എന്താ വലിപ്പം, ഇതൊക്കെ വലിപ്പം ഇനിയും വിരിയാനുണ്ട്. ഇതൊക്കെ ഇനിയും വിരിയാനുണ്ട്. ഇതെല്ലാം കണ്ടോ, ഇതൊരു വിധം വിരിഞ്ഞതാ. ഇത് നോക്ക്, ഇതെല്ലാം ഒരു വിധം അത് വിരിഞ്ഞാൽ കുറേ ദിവസം അങ്ങനെ തിളങ്ങി നിൽക്കും. ഇത് അടിച്ചു കൊടുത്താൽ മതി. ഇതിനൊന്നും ചിലവില്ലാത്തല്ല, നിങ്ങളെല്ലാവരും ഉണ്ടാക്കിക്കോളിട്ടോ. അതുപോലെ തന്നെ കരിയില കമ്പോസ്റ്റ്, ചക്കമടൽ കമ്പോസ്റ്റ്, അതെല്ലാം ഉണ്ടാക്കിയിട്ട് ചെടി നട്ടാൽ എനിക്കുണ്ടാവും പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും. ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. കുറേ അടിച്ചു. ഈ പൂക്കൾക്ക് ഞാൻ പൂക്കളെ കാണിച്ച് തന്നെ പൂക്കൾക്കും അടിക്കാന്ന് പറയുന്നതാ. മഴ പെയ്തിട്ട് ഇതൊക്കെ ഉറങ്ങിയ പോലെ ആയിപ്പോയിട്ടോ. എൻ്റെ ഡെയ്സിക്ക് ഇത് വെട്ടിക്കൊടുക്കണം, ഈ കരിഞ്ഞ്, എന്നാലേ വേറെ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഉണ്ടാവണമെങ്കിൽ ഈ വെള്ളപ്പൂവിനെ പൂവിൻ്റെ അടിയിലൊക്കെ അങ്ങ് അടിച്ചു കൊടുക്കട്ടെ. നല്ല ഉഷാറുണ്ടായിട്ടുണ്ട് കണ്ടോ, വെള്ളപ്പൂ ഉണ്ടായത്. വെള്ള ബോഗൺവില്ല അത്. ഇത് ഒരാഴ്ചക്ക് 2 ആഴ്ചക്ക് ഉണ്ട്. അങ്ങനെ കണ്ടമാനം നമുക്ക് ആക്രാന്തം പിടിച്ച് പോവട്ടെ എന്ന് വിചാരിച്ച് കണ്ടമാനം അങ്ങ് അടിക്കേണ്ട ആവശ്യമില്ല, നേരിയ തോതിൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ടല്ലോ, ഇത് ഉണ്ടാക്കിയ രീതി. ചുവപ്പ് കളർ വരുന്ന കാരണം ഞാൻ പറഞ്ഞു തന്നല്ലോ, പഴുത്തത് പറിച്ച അതാണ് വീര്യം കൂടുതൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് എൻ്റെ പ്രിയപ്പെട്ടവർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. എൻ്റെ ചെടികൾക്ക് അടിച്ച് കാണിച്ചു തന്ന്. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 100-ൽ 100 ഉറപ്പ് പറയുന്നത് ഇത് നിങ്ങളെ
ചെടികളിലെ വെള്ളീച്ച എല്ലാം പോകും, മുരടിപ്പ് കുരടിപ്പ് ഒക്കെ പോവും. അപ്പോൾ പിന്നെ നമുക്ക് എന്തോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതങ്ങാണ് നാശമായി പോകുമ്പോണ്ടാണ് സങ്കടം പറഞ്ഞാൽ മതിയാവില്ല. ഇപ്പം മഴ പെയ്ത് കാറ്റടിച്ചിട്ട് എൻ്റെതെല്ലാം വളഞ്ഞു, അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. അങ്ങനെയാണല്ലോ നമുക്ക് മക്കളെ പോറ്റുമ്പോഴാണ് നമ്മൾ ചെടികളെ പോറ്റുന്നത്. അപ്പോൾ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളിങ്ങനെ വളർത്തുന്നത്. അതുകൊണ്ട് ഇഷ്ടം കൊണ്ടാണ് നമുക്ക് ഒരു വിശ്രമമില്ലാണ്ട് മരുന്നുണ്ടാക്കുന്നു, വളമുണ്ടാക്കുന്നു, അങ്ങനെ ഉഷാറായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്നാൽ നമുക്ക് വിഷരഹിത പച്ചക്കറി നമ്മളെ മക്കളെ തീറ്റിക്കാലോ. ഈ വെള്ളീച്ചക്കൊക്കെ രാസ കീടനാശിനി അടിച്ചാൽ വേഗം പോവും. പറഞ്ഞിട്ട് കാര്യമില്ല, വിഷാണല്ലോ അതൊക്കെ. അതുകൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.